വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതിനോടൊപ്പം തന്നെ നല്ല രുചിയുള്ള ഒരു ദോശയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കി നോക്കി ആദ്യമായിട്ട് ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓട്സ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓട്സ് മൊത്തമായിട്ട് അതിലൊന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും ഓട്സ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ നല്ല പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരാണ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഒത്തിരി എരിവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കരുത്, കുറച്ചൊരു തിക്കായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പരുവം കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ദോശയുടെ ബാറ്ററിൻ്റെ പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾക്ക് ഓട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് കഴിക്കുമ്പോൾ ആ ഒരു ഓട്സ് ആണെന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല. നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കൊരു ദോശത്തവ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കണ്ട, കുറച്ച് മാത്രം ഒന്ന് പരത്തിയാൽ മതി, ഒന്ന് ഷേപ്പ് കിട്ടാനായിട്ട്. ഇനി നമ്മൾ അടിവശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ആദ്യമേ മറിച്ചിടാൻ നോക്കിയാൽ നമുക്ക് മറിച്ചിടാൻ പറ്റില്ല. അപ്പോൾ അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ അടിവശം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. കാരണം ഓട്സ് ആയതുകൊണ്ട് ചുടുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് ഉണ്ടാവുക. നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇത് 2 വശം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തി മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.